നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലേക്കാണ്. ബംഗാളിനെ 33 കൊല്ലം ഭരിച്ചു മുടിച്ച കമ്മ്യൂണിസ്റ്റുകാർ എന്ന തെമ്മാടികൾ ആ നാടിനെ എത്രമാത്രം അധപതനത്തിന്റെ പടുകുഴിയിൽ എത്തിച്ചിട്ടാണ് പടിയിറങ്ങിയതെന്ന് കേരളത്തിലെ ഹോട്ടലുകളിൽ പൊറോട്ടയടിക്കുകയും സെപ്റ്റിക് ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ എന്നിവന്മാർ ഓമന പേരിട്ട് വിളിക്കുന്ന ബംഗാളികൾ തെളിയിക്കും. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ കുറിച്ച് മലയാളികൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കേരളത്തിൽ പിണറായി വിജയനേക്കാളും മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും ജനസമ്മതിയും തന്റെ ഇടവുമുള്ള ഒരു മനുഷ്യൻ. 400 പോലീസുകാരുടെ നടുവിലൂടെ നടന്നിട്ട് തൂക്കിയിട്ട മറ്റേതിന്റെ ഇടയിലൂടെ നടന്നു പോയിട്ടുള്ളവരാണ് ഞാൻ എന്ന് വീമ്പ് പറയുന്നവരെ പോലെയല്ല ഷാജൻ സ്കറിയ. ആ ഷാജൻ സ്കറിയയാണ് മിനിഞ്ഞാന്ന് തൊടുപുഴയിലെ മുതലക്കോടത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയപ്പോൾ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ, ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ, ഡിവൈഎഫ്ഐ തെമ്മാടികൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ഷാജൻ സ്കറിയയുടെ കാറിൽ മറ്റൊരു കാർ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ആരുടെയെങ്കിലും കാർ അബദ്ധത്തിൽ ഇടിച്ചതാണെന്ന് കരുതി കാര്യം തിരക്കാൻ അദ്ദേഹം കാറിന്റെ ഗ്ലാസ് താഴ്ത്തുന്നു. കാറിനുള്ളിൽ വെച്ച് തന്നെ ഈ വേട്ടപ്പട്ടികൾ അദ്ദേഹത്തെ മർദ്ദിക്കുന്നു. മൂക്കിൽ നിന്ന് ചോരയൊഴുക്കുന്ന നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിലേക്ക്